തിരുവനന്തപുരം കല്ലമ്പലത്ത് ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്ന് വരൻ പിന്മാറി. ഇതിൽ മനം നൊന്ത് പ്രതിശ്രുത വധു ജീവനൊടുക്കാൻ ശ്രമിച്ചു. ഞെക്കാട് സ്വദേശി കാജൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. വിവാഹത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ കാൽവെട്ടുമെന്നായിരുന്നു കൊല്ലം സ്വദേശി വിഷ്ണുവിനെതിരെയുള്ള ഭീഷണി. കല്ലമ്പലം പോലീസ് 8 പേർക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാജലിന്റെ അമ്മ ഷൈജ പണം നൽകാനുണ്ടെന്നാരോപിച്ച് ബ്ലേഡ് മാഫിയ സംഘം ആദ്യം ഭീഷണിയുമായി എത്തിയത് ഞെക്കാടുള്ള വീട്ടിൽ. ഇതിനുശേഷമാണ് കാജലിന്റെ പ്രതിശ്രുത വരൻ കൊല്ലം സ്വദേശി വിഷ്ണുവിന്റെ വീട്ടിൽ വട്ടിപ്പലിശക്കാരെത്തുന്നത്. ഈ മാസം 24-ന് നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ കാലുവെട്ടുമെന്ന് കുടുംബത്തെ ഭീഷണിപ്പെടുത്തി. തുടർന്ന് വിവാഹത്തിൽ നിന്ന് വരന്റെ വീട്ടുകാർ പിന്മാറുകയായിരുന്നു. അപ്രതീക്ഷിത ഞെട്ടലിനു പിന്നാലെയാണ് കാജൽ ജീവനൊടുക്കാൻ ശ്രമം നടത്തിയത്. ഞാൻ പൈസ വാങ്ങിച്ച് സത്യം പൈസ കൊടുത്ത്. അപ്പോൾ അവർ 10 രൂപ പലിശ വെച്ചാണ് എൻ്റെ നിന്ന് വാങ്ങിച്ചത്. ഞാനും ഓരോ സ്ഥലത്തുനിന്ന് എൻ്റെ സ്വർണ്ണങ്ങളും പണയം വെച്ചവർക്ക് പലിശ ഒഴിച്ചു കൊടുത്ത് ഞാൻ മടുത്ത്. അപ്പം ഞാൻ പറഞ്ഞ് ഇനി എൻ്റെ ഇപ്പോൾ പൈസയില്ല, എൻ്റെ ഭർത്താവ് മരിച്ചു, എൻ്റെ ഇപ്പോൾ ഒരു നിവൃത്തിയില്ല. ഭർത്താവ് മരിച്ച് 16-ൻ്റെ അന്ന് അവൻ്റെ പേരിൽ ഞാൻ 1 ലക്ഷം രൂപ ഇന്ത്യൻ ഓവർസ് ബാങ്കിൽ പോയി ഇട്ട് കൊടുത്ത്. നിഷയ്ക്ക് ഒക്ടോബർ 15 എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. 40,000 രൂപ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുറേശ്ശെ നിങ്ങൾക്ക് ഈ തരാം, പലിശയെ മുതലായിക്കോട്ടെ, എന്തോ നിങ്ങൾ കൂട്ടി. എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടത്തിട്ട് ഞാൻ അതിന് അച്ഛൻ പോയില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അച്ഛൻ്റെ ആഗ്രഹം, എൻ്റെ പൊന്നോളം കല്യാണം നടത്തുന്നത്. അതൊക്കെ നടത്തിയ ഞാൻ പൊതിച്ചോറ് വിറ്റാണ് ജീവിക്കുന്നത്. കാജൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഷൈജയുടെ പരാതിയിൽ കല്ലമ്പലം പോലീസ് 8 പേർക്കെതിരെ കേസെടുത്തു. ഞെക്കാട് സ്വദേശികളായ സുനി, നിഷ, അൻസാരി, ബ്രൗൺ, രമണി, മഞ്ജു എന്നിവർക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നിയമാനുസൃത ലൈസൻസോ അനുമതിയോ ഇല്ലാതെ അമിത പലിശയ്ക്ക് പണം നൽകിയതിനും വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയതിനും ഉൾപ്പെടെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാജലിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് ജാഗ്രതയുണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.